കാരുണ്യമില്ല, കാരുണ്യം കൈവിട്ടു, കാരുണ്യ പദ്ധതി കടുത്ത പ്രതിസന്ധിയിലേക്ക്, പദ്ധതി താളം തെറ്റുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി മനോരമ ഉൾപ്പെടെയുള്ള മലയാള മാധ്യമങ്ങളിൽ വന്ന തലക്കെട്ടുകളാണ്. സാമ്പത്തിക പ്രയാസം നേരിടുന്ന രോഗികളുടെ ചികിത്സ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾ തകർന്നുവെന്ന് കാണിക്കാനും കള്ളക്കഥ പ്രചരിപ്പിച്ച് തകരാത്ത പദ്ധതിയെ തകർക്കാനും ഇത്രയും വ്യഗ്രതയുള്ള മാധ്യമങ്ങൾ മറ്റേത് നാട്ടിലുണ്ടാകും? രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമെന്ന ഖ്യാതി നേടിയിട്ടുണ്ട് നമ്മുടെ കേരളം. കേന്ദ്ര സർക്കാർ തന്നെ അംഗീകരിച്ച കാര്യമാണത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ കഴിഞ്ഞ 2 വർഷം കേരളം നൽകിയത് 3200 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ്. എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കാനുള്ള സർക്കാർ ഇടപെടൽ 12.5 ലക്ഷത്തോളം പേർക്ക് പ്രയോജനം ചെയ്തു. ഇന്ത്യയിൽ ആകെ നൽകിയ ചികിത്സയുടെ 15% കേരളത്തിലാണ്. രാജ്യത്ത് ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകിയതിനുള്ള ആരോഗ്യ ഉത്കൃഷ്ട പുരസ്കാരം 3 വർഷമായി കേരളത്തിന് ലഭിച്ചതും ഈ നേട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സംസ്ഥാനത്ത് പദ്ധതിയുടെ ഗുണഭോക്താക്കളായ 41.96 ലക്ഷം കുടുംബങ്ങളിൽ 23.97 ലക്ഷം കുടുംബങ്ങൾക്കുള്ള സേവനത്തിന് മാത്രമാണ് കേന്ദ്രവിഹിതം കൂടി ലഭ്യമാകുന്നത്. ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്ക് പൂർണ്ണമായും സംസ്ഥാന ധനസഹായം മാത്രമാണ് ലഭ്യമാക്കുന്നത്. ഓരോ കുടുംബത്തിനും ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള കഴിഞ്ഞ വർഷത്തെ പ്രതിശീർഷ ചെലവ് 3681 രൂപയായിരുന്നു. നാഷണൽ ഹെൽത്ത് അതോറിറ്റി 1052 രൂപ പ്രീമിയം കണക്കാക്കി 631.20 രൂപ മാത്രമാണ് പ്രതിശീർഷ ചെലവായി അനുവദിക്കുക. ഇത്തരത്തിൽ പദ്ധതിയുടെ ആകെ ചെലവിന്റെ 10% മാത്രമാണ് കേന്ദ്രവിഹിതം. കാരുണ്യ പദ്ധതിയിൽ കഴിഞ്ഞ വർഷം 1692.37 കോടി രൂപ ചെലവഴിച്ചപ്പോൾ നാഷണൽ ഹെൽത്ത് അതോറിറ്റി അനുവദിച്ചത് 151.34 കോടി രൂപ മാത്രമാണ്. കേന്ദ്രവിഹിതം 75-ൽ നിന്ന് 60% കുറച്ചത് സംസ്ഥാനത്തെ അധിക സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിട്ടിരുന്നു. കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിശീർഷ ചെലവ് പുനർനിർണയിക്കുന്നതിന് നാഷണൽ ഹെൽത്ത് അതോറിറ്റി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നിർദ്ദേശം സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. കേന്ദ്രത്തിന്റെ സഹായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന നയം വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇടത് സർക്കാരിന്റെ തീരുമാനം. പദ്ധതിക്കായി 100 കോടി രൂപ അനുവദിച്ചതായ ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഇന്നത്തെ പ്രഖ്യാപനവും ഈ നയത്തിന്റെ ഭാഗമായാണ്.